ഐ ട്രാൻസ്പ്ലാന്റേഷൻ അഥവാ നേത്രദാനം എന്താണെന്നറിയോ? ഗാർസിയ ഗബ്രിയൽ ഡി ഫെർണാണ്ടസിന്റെ ബുക്സ് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? അതിലെന്താ പറഞ്ഞേക്കുന്നതെന്ന് അറിയാമോ? ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആളുകളും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് കണ്ണ് ദാനം ചെയ്യുന്ന സമയത്ത് കണ്ണ് മുഴുവനായും എടുത്ത് ആ ഭാഗത്ത് പഞ്ഞി നിറച്ചു വെക്കുന്നതാണ്. എന്നാൽ ശരിക്കും അങ്ങനല്ല. വ്യക്തമായില്ലേ? നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചത്തിനെ ബെൻഡ് ചെയ്തെത്തിക്കുന്ന രണ്ട് സ്ട്രക്ചേഴ്സ് ആണുള്ളത്. ഒന്നാമത്തേത് കോർണിയയും രണ്ടാമത്തേത് ലെൻസും. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ലൈറ്റിൻ്റെ ബെൻഡിങ് നടക്കുന്നത് ഏറ്റവും പുറമെയുള്ള കോർണിയയിൽ വെച്ചിട്ടാണ്. ഇതൊക്കെ എന്ത്? നമ്മുടെ കണ്ണിൻ്റെ ടോട്ടൽ പവറിനെ 100% ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 67 to 75% പവറും പ്രൊഡ്യൂസ് ചെയ്യുന്നത് കണ്ണിലെ കോർണിയയാണ്. കണ്ണിനുള്ളിലെ ലെൻസ് മാറ്റി വേറൊരു ആർട്ടിഫിഷ്യൽ ലെൻസ് ഇടുന്നതിനുള്ള നിരവധി ഓപ്ഷൻസ് ഇപ്പോൾ ഉണ്ട്. പക്ഷേ നമ്മുടെ ലെൻസും കോർണിയയും തമ്മിലുള്ള പ്രധാന ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഫുൾ ബോഡിയിൽ ഡയറക്റ്റായിട്ട് അറ്റ്മോസ്ഫിയറിൽ നിന്നും ഓക്സിജൻ അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു സ്ട്രക്ചറേ ഉള്ളൂ. ആ സ്ട്രക്ചറിൻ്റെ പേരാണ് കോർണിയ. ഈ ഒരു റീസൺ ഉള്ളതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ കോർണിയ ഉണ്ടാക്കിയെടുക്കാൻ ഇതുവരെ നമുക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കോർണിയയ്ക്ക് എന്തെങ്കിലും ഒരു സിവിയർ ആയിട്ടുള്ള ഡാമേജ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കോർണിയ മാറ്റി വെക്കുക എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മാത്രമേ നമുക്കുള്ളൂ. ഇല്ല, സംഗീതത്തെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. നമ്മുടെ കണ്ണിന് വെളിയിലുള്ള ഈ ഒരു ചെറിയ നേർത്ത പാട മാത്രമാണ് നമ്മൾ മരണപ്പെട്ട ഒരു വ്യക്തിയുടെ മൃതശരീരത്തിൽ നിന്നും എടുക്കുന്നത്. അല്ലാതെ നമുക്കൊരു മുഴുവൻ കണ്ണൊന്നും മാറ്റി വെക്കാനുള്ള ഓപ്ഷൻ ഇല്ല. എന്നാ സാറേ, മനസ്സിലായോ? ഒരുപാട് ആളുകളുടെ ഇപ്പോഴും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് മരണപ്പെട്ട ഒരു വ്യക്തിയുടെ മൃതദേഹത്തിൽ നമ്മൾ കോർണിയ എടുക്കുമ്പോൾ അവരുടെ മുഖം വികൃതമാവുന്നുള്ളത്. ആക്ച്വലി ഇതൊക്കെ ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലാത്ത ആളുകൾ പറഞ്ഞു നടക്കുന്ന വെറും ഒരു മിത്ത് മാത്രമാണ്. നമ്മുടെ ഒരു എസ്സിന് വേറൊരാളുടെ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയും. അതുകൊണ്ട് നേത്രദാനത്തെ നമ്മൾ മഹാദാനം എന്ന് വിളിക്കുന്നു. ഓക്കെ, ബൈ.